ഹായ്, ടെക്കി ട്രാവൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തരികയാണ്. നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റില്ല ഇതിന്റെ വില എന്താണ്, എവിടെ നിന്നാണ് വാങ്ങിച്ചത്. സ്വാഭാവികമായും നമുക്ക് അവരോട് ചോദിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് ഗിഫ്റ്റ് തരുന്നത് കൊണ്ട് തന്നെ അവരുടെയും പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിന് എത്ര വിലയായി എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് എങ്ങനെ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ നമ്മളൊരു കടയിൽ പോവുകയാണ്, സാധനം വാങ്ങാൻ വേണ്ടി കടയിൽ പോകുന്നു. കടയിൽ പോകുമ്പോൾ ആ കടക്കാരൻ വലിയ വിലയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് തോന്നുകയാണ് ഇത് ഓൺലൈൻ ഇതിന് എത്ര രൂപയുണ്ടാവും, ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതല്ലേ. ആ സാധനം കണ്ടു നമുക്ക്, പക്ഷെ അതിൽ പറയുന്ന വില വലുതാണ്. ഇതിൽ കുറഞ്ഞ വിലയ്ക്ക് ഓൺലൈൻ കിട്ടുമോ എന്ന് അന്നേരം തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതല്ലേ. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും പോകുന്നു, അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് നമുക്ക് നമ്മളുടെ ഭാഷയിലേക്ക് മാറ്റി തരുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലുണ്ട്. മറ്റൊന്നുമല്ല, നമ്മളുടെ ക്യാമറ തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാമറ വഴി എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കൂടി ചെയ്യണം. നിർദ്ദേശങ്ങൾ താഴെ കമന്റായിട്ട് ഇടണമെന്നും അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഫോണിൻ്റെ ക്യാമറ ആദ്യം ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ സൈഡിലായിട്ട് ഒരു ലെൻസിൻ്റെ സിമ്പിൾ കാണാം. നമ്മൾ അത് സെലക്ട് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഫോൺ ക്യാമറ സാധാരണ വരുന്ന പോലെ തന്നെ വരും. നമ്മളവിടെ എന്താണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, ഞാനിവിടെ ഒരു റോസാപ്പൂവാണ് വെക്കുന്നത്. അതിൻ്റെ ഒരു ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ച് വരുന്ന സകല കാര്യങ്ങളും താഴേക്ക് വരുന്നത് കാണാം. എന്താണത്, എന്ത് ഡീറ്റെയിൽ എല്ലാം വരും. നമുക്കിനി അത് എവിടെ കിട്ടുമെന്നാണ് അറിയേണ്ടത്. ഞാനതിൽ ഷോപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോൾ താഴേക്ക് അതിന് എത്ര രൂപയാണ്, എവിടെ കിട്ടും, ഏത് സൈറ്റിൽ കിട്ടും, എല്ലാ ഡീറ്റെയിലും താഴേക്ക് വരുന്നുണ്ട്. ഒരുപാട് സൈറ്റുകളിൽ പല വിലയിലുള്ള ആ സാധനത്തിൻ്റെ പല വിലയിലുള്ള ഡീറ്റെയിൽ കാണിക്കും. നമുക്കിത് ഏതെങ്കിലും ഒരു സൈറ്റിലേക്കാണ് പോകണമെങ്കിൽ ആ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് അവിടുന്ന് ഫ്ലിപ്കാർട്ടിൻ്റെ സൈറ്റാണ് ഇപ്പോൾ ഓപ്പൺ ആയേക്കുന്നത്, അത് അവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നമുക്ക് ഇത് മാറ്റി വെക്കാം. നമുക്ക് വേറൊരു ഓപ്ഷൻ നോക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ബ്രോഷറുണ്ട്, വോഡാഫോൺ ഐഡിയയുടെ ഒരു ബ്രോഷർ, പോസ്റ്റ് പെയ്ഡ് ബ്രോഷർ. നമ്മളത് വെച്ചൊന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുക്കുമ്പം അതിലുള്ളത് നമുക്ക് മലയാളത്തിലേക്ക് മാറ്റണം. ഞാനതിൽ ട്രാൻസ്ലേറ്റർ സെലക്ട് ചെയ്യുന്നു. കണ്ടോ, അവിടെ ഇംഗ്ലീഷ് എഴുതിയ കാര്യം മലയാളത്തിലേക്ക് അന്നേരം തന്നെ വരും. ഞാനിത് മലയാളം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് മലയാളത്തിലേക്ക് വരുന്നു. നമുക്കിത് മാറ്റി വേറെ ഭാഷയിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കാം. ആ ഇംഗ്ലീഷ് മലയാളം എന്നുള്ള മലയാളത്തിൻ്റെ അവിടെ നിന്ന് പ്രസ് ചെയ്താൽ മതി. നമുക്ക് ഒരുപാട് ലാംഗ്വേജ് വരും. അവിടെ ഞാനിപ്പോൾ ഹിന്ദിയിലേക്ക് മാറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഞാൻ ഹിന്ദി സെലക്ട് ചെയ്യുന്നു. അന്നേരം തന്നെ അത് ഹിന്ദിയിലേക്ക് മാറി വരുന്നത് കാണാം. നമുക്കങ്ങനെ ഇഷ്ടമുള്ള ലാംഗ്വേജിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ എനിക്കിത് വായിച്ച് കേൾക്കണം. ഞാൻ അതിൻ്റെ താഴെയായിട്ട് ഗൂഗിൾ വെബ് ഒരു സ്പേസ് കാര്യക്ഷമതയ്ക്ക് മികച്ചത്, സ്പീക്കറിൻ്റെ പടമുണ്ട്, വഴക്കത്തിന് മികച്ചത്. വി ബിസിനസ് പ്ലസിൽ ഗൂഗിൾ വെബ് സ്പേസിൽ നിന്ന് മെയിൽ, ഡോക്സ് എന്നിവയും മറ്റും ഇഷ്ടമുള്ള ഭാഷയിൽ വായിച്ചു തരും. വളരെ നല്ല കാര്യമല്ലേ. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ലേറ്ററിലേക്ക് ഇത് കോപ്പി ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും. നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് അടുത്തതായിട്ട് വേറൊരു പ്രോഡക്റ്റ് നമുക്കൊന്ന് ഫോട്ടോ എടുത്ത് നോക്കാം എങ്ങനെയായിരിക്കും വരുന്നതെന്ന്. നമ്മളിവിടെ ഒരു ഫോണിൻ്റെ സ്റ്റാൻഡ് ഫോട്ടോ എടുക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് ഷോപ്പിംഗ് എന്ന് പറഞ്ഞത് കിടക്കുന്നു. നമ്മൾ ഷോപ്പ് ചെയ്യുന്നതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്താണിത് വരുന്നതെന്ന് നോക്കാം. ആ ഫോണിൻ്റെ സ്റ്റാൻഡ് വരുന്നു, അതിന് എത്ര രൂപയാകുന്നു, പല തരത്തിലുള്ള അതിൻ്റെ പ്രോഡക്റ്റുകൾ വരുന്നതാണ്. അതിനോടനുബന്ധിച്ച പല പ്രോഡക്റ്റുകൾ അന്നേരം തന്നെ വരുന്നു, അതിൻ്റെ വില ഉൾപ്പെടെ വരുന്നു. വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമല്ലേ ഇത്. ഇനിയിപ്പം നമ്മൾ ഫോണിൽ കിടക്കുന്ന ഒരു ടെക്സ്റ്റോ ഫോട്ടോ എന്തെങ്കിലുമാണ് വേണ്ടതെങ്കിൽ ഞാനിപ്പോൾ ഫോണിൽ കിടക്കുന്ന ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. അത് നമുക്ക് എന്താണ് വരുന്നത് നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് എന്താണെന്ന് അതിൻ്റെ ഡീറ്റെയിൽ തരും. ഇനിയിപ്പം നമുക്ക്
ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിലെഴുതിയേക്കുന്ന ലാംഗ്വേജിൽ അതവർ പറഞ്ഞു തരും. എങ്ങനെ ഫോണിന്റെ നമുക്ക് സ്പീഡ് ലാംഗ്വേജ് കൂട്ടാം? വേണമെങ്കിൽ അതിനകത്ത് മാറ്റുകയും ചെയ്യാം. വളരെ നല്ലൊരു കാര്യമല്ലേ ഇത്? എല്ലാവരും വീഡിയോ കണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ നിങ്ങളും ചെയ്തു നോക്കുക. ചെയ്തിട്ടുണ്ടായ അനുഭവങ്ങൾ താഴെ കമന്റ് ആയിട്ട് എഴുതുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ആ ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.